നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് KFC സ്റ്റൈൽ ഫ്രൈഡ് ചിക്കൻ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. നിങ്ങളുടെ ഓരോ ഫീഡ്ബാക്കും വളരെയേറെ വിലമതിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് അറിയിക്കുക. എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ആക്കി കൊടുക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 4 ചിക്കൻ്റെ ലെഗ് പീസാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആദ്യം 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പുരട്ടി വയ്ക്കാം. ചിക്കൻ പീസസ് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ എല്ലാ പീസിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ വരഞ്ഞു കൊടുത്തതിലേക്കുമൊക്കെ നന്നായിട്ട് നമുക്ക് പുരട്ടി കൊടുക്കാം. ഇപ്പം നന്നായിട്ട് പുരട്ടി ഇനി ഇത് ഒരു അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ നമുക്ക് ഫ്രിഡ്ജിൽ അടച്ചൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമുക്ക് ഇനി ചിക്കൻ്റെ പീസസ് ഡിപ്പ് ചെയ്യാനുള്ള മിക്സ് റെഡിയാക്കാം. അതിനായിട്ട് 1 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. അല്പം പുളിയുള്ള തൈരാണ്. അതുപോലെ തന്നെ അല്പം വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് തൈരില്ലെങ്കിൽ ബട്ടർ മിൽക്ക് ആണെങ്കിലും മതി. ബട്ടർ മിൽക്ക് ഇപ്പം ഇല്ലെങ്കിൽ 1 കപ്പ് പാലിൽ 1.5 ടീസ്പൂൺ വിനീഗറോ അല്ലെങ്കിൽ നാരങ്ങാ നീരോ ഒഴിച്ച് പിരിച്ചെടുത്താൽ മതി. അപ്പം നമുക്ക് ബട്ടർ മിൽക്ക് കിട്ടും. ഇതിലേക്ക് 2 മുട്ട, 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ഓണിയൻ പേസ്റ്റ്. ഇത് സവോള അരച്ചത് തന്നെയാണ്. നിങ്ങൾക്ക് റെഡിമെയ്ഡ് കിട്ടുവാണെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് റോസ്മേരി അങ്ങനെയുള്ള ഇറ്റാലിയൻ ഹെർബ്സിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ്, അത് ആഡ് ചെയ്യണമെങ്കിൽ ഇതിനോടൊപ്പം തന്നെ ആഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ 1 മണിക്കൂർ മുമ്പ് ചിക്കനിൽ ലെമൺ ജ്യൂസും ഉപ്പും പുരട്ടി വെച്ചിരുന്നു. ഇനി നമുക്ക് ഈ ചിക്കൻ പീസസ് ഇതിലേക്ക് മുക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ്റെ പീസസ് മിക്സിലേക്ക് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങളുടെ ചിക്കൻ പീസസ് ഈ കൂട്ടിൻ്റെ അകത്ത് മുങ്ങിക്കിടക്കുന്ന പരുവത്തിനായിരിക്കണം. ഇനി ഇൻ കേസ് നിങ്ങളുടെ മിക്സ് അത്രയും ഇല്ല, നിങ്ങളുടെ ചിക്കൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ അല്പം വെള്ളവും കൂടെ ചേർത്ത് ചിക്കൻ ഡിപ്പ് ചെയ്ത് കിടക്കുന്ന, അതായത് മുങ്ങിക്കിടക്കുന്ന പരുവത്തിന് ആക്കിയെടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇത് അടച്ച് ഒരു 4 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. കൂടുതൽ സമയം ഇരുന്നാൽ അത്രയും നല്ലത്. മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും നമ്മളിത് ഫ്രിഡ്ജിൽ അടച്ച് വെക്കണം. നമ്മുടെ ചിക്കൻ നമ്മൾ മിക്സിയിൽ ഡിപ്പ് ചെയ്ത് 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് ഞാൻ എടുത്ത് 1/2 മണിക്കൂർ മുമ്പ് പുറത്ത് വെച്ചിരുന്നു. ഇപ്പം അത്യാവശ്യം തണുപ്പ് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ പീസസ് എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് കളയാൻ പാടില്ല. നമുക്കിത് കോട്ടിങ് കൊടുക്കാനായിട്ട് ഈ മിക്സ് ആവശ്യമുണ്ട്. ചിക്കൻ കോട്ട് ചെയ്യാനുള്ള മിക്സിന് ആദ്യം നമുക്ക് വേണ്ടത് 1.5 കപ്പ് മൈദ, 1 കപ്പ് കോൺഫ്ലോർ, 2 ടീസ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി നമുക്ക് ഇത് സ്ട്രെയിനറിലൂടെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം. നമുക്ക് ചിക്കൻ്റെ പീസസ് കോട്ട് ചെയ്യാനുള്ള മിക്സ് പൊടി റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ തയ്യാറാക്കിയ ഈ പൊടി ഞാൻ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. എന്നിട്ട് 2 പീസായിട്ട് വേണം വറുത്തെടുക്കുന്നത്. നമ്മൾ ചിലപ്പം ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഒന്നിച്ച് പൊടിയിട്ട് അതിൽ ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ മൊത്തം കട്ട കെട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനെ ഇപ്പം 2ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഇതേ സമയം തന്നെ ഞാൻ ഫ്രൈങ് പാനിൽ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ചിക്കൻ്റെ പീസ് എടുക്കാം. അതിനെ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഈ കോട്ട് ചെയ്ത ചിക്കൻ്റെ പീസ് നമ്മൾ നേരത്തെ തയ്യാറാക്കി ഡിപ്പ് ചെയ്ത് വെച്ചിരുന്ന ഇതിൽ മുക്കിയെടുക്കുക. അതിനുശേഷം വീണ്ടും നമുക്കിത്
കോട്ട് ചെയ്തെടുക്കാം. ആദ്യത്തെ സെറ്റ് വറക്കാനുള്ളത് ഇതുപോലെ നമുക്ക് കോട്ട് ചെയ്യാം. 2 പീസ് വീതമാണ് ഇടുന്നത്. അപ്പോൾ രണ്ടാമത്തെ പീസും ഇതേപോലെ ചെയ്തെടുക്കട്ടെ. ഞാൻ 2 പീസും നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈങ് പാനിൽ എണ്ണ മീഡിയം ചൂടാകുമ്പോഴേക്കും നമുക്ക് ഇട്ട് വറുത്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ്റെ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് സമയമെടുത്ത് സ്ലോ കുക്കിംഗ് ആണ് ഇതിന് വേണ്ടത്. ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എങ്കിലേ ഉള്ളൊക്കെ നന്നായിട്ട് വേഗത്തുള്ളൂ, ഇല്ലെങ്കിൽ പുറം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം കോട്ട് ചെയ്തിട്ട ചിക്കൻ ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. 4 ചിക്കൻ പീസസും ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എണ്ണയുടെ ചൂട് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കിത് തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു റെസിപ്പിയിലൂടെ കാണും വരേക്കും നന്ദി.